മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ തലസ്ഥാനത്തിന് ഇനി ഉത്സവ നാളുകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സജ്ജമായി തിരുവനന്തപുരം. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ജില്ലാ അതിർത്തിയായ തട്ടത്തുമലയിൽ ഏറ്റുവാങ്ങി. വൈകിട്ട് കലോത്സവ നഗരിയിലെത്തിക്കും. കലോത്സവ കലവറയുടെ പാലുകാച്ചൽ നടന്നു. നാളെയാണ് കലാമേളയ്ക്ക് തിരിതെളിയുക. തലസ്ഥാനത്തിന് ഇനി കലാ മത്സരങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് എന്നുള്ളതാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയുന്നു. ഹരികൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഹരി, വലിയ തയ്യാറെടുപ്പുകളാണ്, പ്രൗഢഗംഭീരമായ വേദികളാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ, എന്താണ് മറ്റ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, പഴയടം നമ്പൂതിരിയുടെ പായസത്തിൽ നിന്നുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, ഏകദേശം 10:42 തലസ്ഥാനത്ത് അനന്തപുരിയുടെ കലവറയിൽ പാലുകാച്ചൽ ചടങ്ങ് നടന്നത്. അതിൽ കൃത്യമായി നമുക്ക് ആദ്യമായി പായസം കുടിക്കുമ്പോൾ ചക്കയും ഗോതമ്പും നിറഞ്ഞ ഒരു കൂട്ടിലുള്ള പായസമാണ് പഴയടം നമ്പൂതിരി ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത പായസമാണെന്ന് പറയാൻ പറ്റും, കാരണം ഇതിന്റെ 2ാമത്തെ ഗ്ലാസ്സാണ്. ഇതിങ്ങനെ ആദ്യം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാനായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യവും ഇത്തവണ പഴയടത്തിന്റെ പുതിയൊരു രുചിക്കൂട്ട് പ്രതീക്ഷിക്കാമെന്നത് സംബന്ധിച്ചാണ്. അത് കൃത്യമായി തന്നെ പായസത്തിൽ നിന്ന് തുടങ്ങുകയാണ് പഴയടം. എന്തായാലും ഇത് 2000 പേർക്ക് ഒരു നേരത്ത് ഇരുന്ന് കഴിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സമിതിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 2000 പേർക്ക് ഒരു സമയത്ത് ഇരുന്ന് കഴിക്കാം. അതോടൊപ്പം തന്നെ 4 ഷിഫ്റ്റുകളായി ഏകദേശം 100 പേരോളമാണ് പഴയടത്തിന്റെ സ്റ്റാഫുകളെ ഇവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള കോംപ്രമൈസ് പഴയടം ഒരുക്കുന്നില്ല. അതോടൊപ്പം തന്നെ 25ാമത്തെ തവണയാണ് കലോത്സവത്തിൽ പഴയടം ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജൂബിലി ആഘോഷവും കൂടി ആണ് പഴയടത്തിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഈ ഭക്ഷണ പുരയിൽ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാത്രിയോടുകൂടി തന്നെ അത്താഴ ഭക്ഷണം തുടങ്ങും. നാളെ രാവിലെയാണ് ഇത് കൃത്യമായി തന്നെ ഒരു ഭക്ഷണപുരയിൽ നമുക്ക് കൃത്യമായി ആഹാരത്തിനുള്ള സംഭവങ്ങൾ ഒരുങ്ങുക. നാളെ മുതൽ തകൃതിയായി തന്നെ തുടരുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പായസത്തിൽ തന്നെയാണ്. ഇത് പായസം രുചിക്കാൻ വേണ്ടി തന്നെ എത്രയോ ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പായസത്തിൽ പുതിയൊരു വിഭവം ചക്കയും ഗോതമ്പും നിറച്ചുകൊണ്ടാണ് പഴയുടെ തവണ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഭക്ഷണപുരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയായ ശ്രീ വി ശിവൻകുട്ടിയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. മേയർ ആര്യ രാജേന്ദ്രനൊക്കെ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, ഇത്തവണത്തെ കലോത്സവം 9 വർഷങ്ങൾക്ക് ശേഷമാണ് അനന്തപുരിയിലേക്ക് കലോത്സവം തിരിച്ചു വരുന്നത്. 2016 ശേഷം ഇത്തവണ 2025 കലോത്സവം തിരികെ എത്തുകയാണ് അനന്തപുരിയുടെ മണ്ണിലേക്ക്. അപ്പോൾ അത് ഏറ്റവും പ്രധാനമായും എങ്ങനെയായിരിക്കാം ഒരുക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ആകാംക്ഷയുടെ മണിക്കൂറുകളാണ് ഇനി ഒരുങ്ങുന്നത്. 25 വേദികളിലായി 15,000-ഓളം വിദ്യാർത്ഥികൾ ഒരുമിക്കുന്നു. 25 വേദികൾ, അതിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആണ് പ്രധാനപ്പെട്ട വേദി. ബാക്കി 24 വേദികളിലേക്കുള്ള ലൊക്കേഷൻ അതെങ്ങനെയായിരിക്കാം എന്നത് സംബന്ധിച്ചുള്ള QR കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തൊട്ടാകെയുള്ള പോസ്റ്ററുകളിലെല്ലാം നിറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ തന്നെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ, പ്രത്യേകിച്ച് മറ്റ് സ്റ്റേജുകൾ കണ്ടുപിടിക്കാനുള്ള പ്രയാസങ്ങളൊന്നുമില്ലാതെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. 25 വേദികളിൽ 15,000-ഓളം വിദ്യാർത്ഥികൾ വരുമ്പോഴേക്കും എല്ലാവരുടെയും കണ്ണുകൾ ആ സ്വർണ്ണക്കപ്പിലേക്ക് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ആ സ്വർണ്ണക്കപ്പിലേക്ക് മാറാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് സ്വർണ്ണക്കപ്പ്. വൈകുന്നേരത്തോടു കൂടി തന്നെ ഇവിടേക്ക് എത്തും. ആ ഒരു നിമിഷത്തിലേക്ക് തന്നെയാണ് ഇനി കലോത്സവ വേദി കാത്തിരിക്കുന്നത്. ഭക്ഷണപുരയിൽ നിന്ന് എല്ലാവരും പായസവും രുചിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയടത്തിന്റെ ഈ രുചിക്കൂട്ട് എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളത്. എന്തായാലും പൂർണ്ണമായും വെജിറ്റേറിയൻ ഭക്ഷണ രീതിയിലേക്കുമാണ് മാറ്റങ്ങൾ മാറുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതുപോലെ രുചികരമായ ഭക്ഷണം, ആരോഗ്യകരമായ ഭക്ഷണം വിദ്യാർത്ഥികൾക്ക് എല്ലാവരുടെയും, കാരണം അവരെല്ലാവരും പങ്കെടുക്കുന്നത് അവരെല്ലാവരുടെയും സ്വപ്ന തുല്യമായ ഒരു വേദിയും കൂടിയാണ് കലോത്സവ വേദി. അപ്പോൾ അവരുടെ മനസ്സും വയറും നിറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയുകയും ചെയ്തു. അതിലേക്ക് തന്നെയാണ് ആദ്യ ചുവടുവയ്പ് എന്നുള്ള രീതിയിൽ ആദ്യ പായസം നമുക്കിപ്പോൾ രുചിക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം
ഭക്ഷണപ്പുരയിൽ പ്രത്യേകിച്ച് വൈകുന്നേരത്തോടു കൂടി തന്നെ ഇന്ന് വിഭവങ്ങൾ കൊടുത്തു തുടങ്ങും. നാളെ രാവിലെ മുതലായിരിക്കും കൃത്യമായി ഇതിനൊരു ഉദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കുക. അതിനുശേഷമായിരിക്കും ഭക്ഷണപ്പുരയിലേക്ക് ആളുകളുടെ ഒരു തള്ളിക്കയറ്റം എന്ന് പറയേണ്ടി വരും. ഉച്ചയ്ക്ക് ഒരു നേരം ഏകദേശം 2000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ, അപ്പോൾ വിദ്യാർത്ഥികളുടെയും അവരുടെ മാതാപിതാക്കളും അവരുടെ രക്ഷിതാക്കൾക്കും ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ ഒരുക്കുന്ന രീതിയിലേക്കാണ് വരുന്നത്. 100 പേരോളമാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് 100 പേരോളം ഉള്ളത്. അത്രയധികം ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ സജ്ജീകരണങ്ങൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരു വലിയ സ്റ്റേജിൽ ഒരു കെട്ടിയിട്ടാണ് ഈ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കുക എന്നുള്ളതും എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. എന്തായാലും പഴയടത്തിന് 25ാം വർഷമാണ് കലോത്സവ വേദിയിലുള്ളത്. അതും ഒരു പ്രത്യേകിച്ച് ഒരു അഭിമാനകരമായ നിമിഷമാണെന്നും പഴയടം സൂചിപ്പിക്കുകയും ചെയ്തു. തുടർന്നും ഇതുപോലുള്ള ഭക്ഷണങ്ങൾ ഒരുക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു. എന്തായാലും ഈ ഒരു ഭക്ഷണക്കൂട്ട്, ഈ ഒരു രുചിക്കൂട്ട് ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റിംഗ് ഫാക്ടറായിട്ട് മാറുന്നത്. രഞ്ജിത്ത്, അതാണ് പ്രധാനം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ തയ്യാറെടുപ്പുകൾ അവിടെ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ട്. രുചിക്കൂട്ടുകളുടെ കലവറയിലാണ്. പഴയിടം നമ്പൂതിരിയുടെ 25ാം വർഷമാണ് കലോത്സവത്തിന് അദ്ദേഹം രുചിക്കൂട്ടുകൾ ഒരുക്കുന്നത്. പുതിയ പുതിയ പരീക്ഷണങ്ങൾ, പുതിയ പുതിയ രുചിഭേദങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കണം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംഘാടകരടക്കം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. നമുക്ക് അതുണ്ടാകും. ഒപ്പം കലയുടെ കേളികൊട്ട്, കലയുടെ മാമാങ്കം, കലയുടെ രാവുകൾ, കലയുടെ പകലുകൾക്ക് ഇനി തലസ്ഥാനം സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. MS ഹരികൃഷ്ണനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത്.